അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ തന്നെ നമ്മളുടെ സ്റ്റോറിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംഹാസനത്തിലെ 32 പ്രതിമകൾ എന്ന് പറഞ്ഞ സ്റ്റോറി ആയിരുന്നു ഇതുവരെ അപ്ലോഡ് ചെയ്തിരുന്നത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ സ്റ്റോറി ഫുള്ള് കംപ്ലീറ്റ് ആക്കി വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റോറിയുടെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മളെ ഇത് ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മളെ വീഡിയോസിനെ പറ്റിയൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ ത്രിലോചനയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 11ാമത്തെ പ്രതിമ ത്രിലോചനയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. രാജാവ് ഭോജസിംഹാസനത്തിൽ ഇരിക്കാൻ രാജകൊട്ടാരത്തിൽ എത്താൻ എല്ലാ ദിവസവും തയ്യാറായി. എല്ലാ ദിവസവും ദിവ്യ സിംഹാസനത്തിൻ്റെ മനോഹരമായ പ്രതിമകൾ ഉണർന്ന് അവനെ തടസ്സപ്പെടുത്തി. വിക്രമാദിത്യ രാജാവിൻ്റെയും ത്യാഗിൻ്റെയും ധീരതയുടെയും സമാധാനങ്ങളും ഇല്ലാത്ത കഥ വിവരിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൽ നിന്നും തടയും. ഇതുവരെ 10 കുട്ടികൾ പറഞ്ഞ കഥ നിങ്ങൾ വായിച്ചു. 11 ശിക്ഷയായ ത്രിലോചനയുടെ കഥയാണ് ഇന്ന് നമുക്ക് വിവരിക്കാൻ പോകുന്നത്. ത്രിലോചന എന്തായിരിക്കും നമ്മുടെ രാജ്ഭോജിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് കേൾക്കാം. പിറ്റേന്ന് രാജ്ഭോജ് കോടതിയിൽ എത്തിയപ്പോൾ 11ാമത്തെ ശിക്ഷൻ ത്രിലോചനയെ പോലെ ഉണരാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ത്രിലോചനൻ പറഞ്ഞു, ഹേ ഭോജ് രാജാവേ, ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ നിങ്ങൾ ദിവസവും വരികയും വിക്രമാദിത്യ രാജാവിൻ്റെ കഥ കേട്ട് മടങ്ങുകയും ചെയ്യുന്നു. എന്നിട്ടും നിങ്ങൾ കൈവിട്ടില്ലേ? രാജഭോജാവിൻ്റെ അഭിമാനം ഇപ്പോൾ കുറഞ്ഞിരുന്നു. അവൻ താഴ്മയോടെ പറഞ്ഞു, സുന്ദരി, വിക്രമാദിത്യ രാജാവിൻ്റെ ഏത് കഥയാണ് നിങ്ങൾ ഞങ്ങളോട് പറയാൻ പോകുന്നത്? ഞങ്ങളോടൊപ്പം നഗരത്തിലെ ജനങ്ങളും തങ്ങളുടെ മുൻ രാജാവിൻ്റെ വീര്യവും ത്യാഗവും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു. ത്രിലോചന പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കഥ തുടങ്ങി. രാജാവേ, വിക്രമാദിത്യ രാജാവ് മഹാനായ പ്രജാബലനാകുന്നു. തൻ്റെ പ്രജകളുടെ സന്തോഷത്തെയും സമൃദ്ധിയെയും കുറിച്ച് അദ്ദേഹം എപ്പോഴും ഉത്കണ്ഠാകുലനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു വലിയ യാഗം നടത്താൻ തന്നെ തീരുമാനിച്ചു. എണ്ണമറ്റ രാജാക്കന്മാരെയും മഹാരാജാക്കന്മാരെയും പണ്ഡിതന്മാരെയും മുനിയന്മാരെയും ക്ഷണിച്ചു. ദൈവങ്ങളെപ്പോഴും അവൻ വെറുതെ വിട്ടില്ല. അവൻ തന്നെ കാറ്റുദേവനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. സമുദ്രദേവനെ ക്ഷണിക്കാനുള്ള ചുമതല യോഗ്യനായ ഒരു ബ്രാഹ്മണനെ ഏൽപ്പിച്ചിരുന്നു. 2 പേരും അവരവരുടെ ജോലി ഉപേക്ഷിച്ചു. വനത്തിലെത്തിയ വിക്രം പവൻ ദേവ് എവിടെയാണെന്ന് അറിയാൻ ധ്യാനിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ സുമേരു പർവ്വതത്തിൽ വായുദേവൻ കുടികൊള്ളുമെന്നാണ് യോഗ്യാഭ്യാസത്തിൽ നിന്ന് മനസ്സിലായത്. സുമേരു പർവ്വതത്തിൽ കാറ്റുദേവനെ വിളിച്ചാൽ ദർശനം നടത്തിയേക്കാം എന്ന് അദ്ദേഹം കരുതി. 2 പുത്രന്മാരെയും ഓർത്തപ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തൻ്റെ ഉദ്ദേശം അവരോട് പറഞ്ഞു. പുത്രന്മാർ അവനെ തിടുക്കത്തെ സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി. കാലുവത്താൽ പ്രയാസമുള്ള തരത്തിൽ മുകളിൽ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. വലിയ മരങ്ങളും പാറകളും അവരുടെ സ്ഥലത്ത് നിന്ന് പറന്നുപോയി. എന്നാൽ വിക്രം ഒട്ടും അസ്വസ്ഥനായതേയില്ല. യോഗസാന്നതിയിൽ നല്ല പ്രാവീണ്യം നേടിയ അദ്ദേഹം ഒരിടത്ത് അനങ്ങാതെ ഇരുന്നു. പുറം ലോകം മറന്ന് പവൻദേവൻ്റെ ആരാധനയിൽ മുഴുകി. ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനും ആത്മീയ പരിശീലനത്തിൽ മുഴുകാനും മറക്കരുത്. അവസാനം പവൻദേവ് ശ്രദ്ധിച്ചു. കാറ്റ് പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. സാവധാനം ഒഴുകുന്ന വായു ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും നീക്കിത്തുടങ്ങി. ആകാശിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. അല്ലയോ വിക്രമാദിത്യ രാജാവേ, അങ്ങയുടെ സാധനയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുക. വിക്രം അടുത്ത നിമിഷം സാധാരണ നിലയിലേക്ക് തന്നെ മടങ്ങി. താൻ നടത്തുന്ന മഹായജ്ഞത്തിൽ പവൻദേവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെന്ന് കൂപ്പുകൈകളോടെ പറഞ്ഞു. പവൻദേവിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ യാഗത്തിൻ്റെയും ഭംഗി കൂട്ടും. പവൻദേവ് ചിരിച്ചുകൊണ്ട് വികാരഭരിതനായി വിക്രം ഇത് പറഞ്ഞു. ശാരീരികമായ ഒരു യാഗത്തിൽ തൻ്റെ സാന്നിധ്യം അസാധ്യമാണെന്ന് അദ്ദേഹം മറുപടി നൽകി. അവർ ശാരീരികമായി പോയാൽ വിക്രമാദിത്യ രാജ്യത്തെ ഭയങ്കരമായ കൊടുങ്കാറ്റും ഉണ്ടാകും.
പൂക്കുന്ന വയലുകളും മരങ്ങളും ചെടികളും കൊട്ടാരങ്ങളും കുടിലുകളും എല്ലാം നശിക്കപ്പെടും. അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഉണ്ട്. അതിനാൽ ആ എണ്ണത്തിലും അവർ പരോക്ഷമായി ഉണ്ടാകും. അവൻ്റെ അർത്ഥം മനസ്സിലാക്കിയ വിക്രം നിശബ്ദനായി. പവൻദേവ് അവനെ അനുഗ്രഹിക്കുകയും തൻ്റെ രാജ്യത്ത് ഒരിക്കലും ലഭിക്കില്ലെന്നും തൻ്റെ പ്രജകൾക്ക് ഒരിക്കലും പട്ടിണി ഉണ്ടാകില്ലെന്നും പറഞ്ഞു. കാമധേനു പശുവിനെ വിക്രമന് നൽകുമ്പോൾ അതിൻ്റെ കൃപയാൽ വിക്രമൻ്റെ രാജ്യത്ത് ഒരിക്കലും പാലിന് ക്ഷാമം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പവൻദേവ് അപ്രത്യക്ഷനായപ്പോൾ വിക്രമാദിത്യൻ 2 പുത്രന്മാരെയും ഓർത്തു. ബദൽ അവരെ തൻ്റെ രാജാവിൻ്റെ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി. സമുദ്രദേവനെ ക്ഷണിക്കാൻ വിക്രം ഏൽപ്പിച്ച ബ്രാഹ്മണൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടതിന് ശേഷമാണ് കടൽ തീരത്ത് എത്തിയത്. അവൻ തൻ്റെ അരക്കെട്ട് വരെ സമുദ്രത്തിൽ പ്രവേശിച്ച് സമുദ്രദേവനെ വിളിച്ചു. മഹാരാജാവ് വിക്രമാദിത്യന് ഒരു മഹായജ്ഞം നടത്തുകയാണെന്നും അദ്ദേഹത്തെ തൻ്റെ ദൂതനായി ക്ഷണിക്കാൻ വന്നതാണെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അവസാനം അതിരുകളില്ലാത്ത ആയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവൻ്റെ മുന്നിൽ സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ മഹാത്യാഗത്തെക്കുറിച്ച് കാറ്റുദേവൻ തന്നോട് എല്ലാം പറഞ്ഞതായി അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു. അവർ വിക്രമാദിത്യൻ്റെ ക്ഷണത്തെ കാറ്റാടി ദേവനെപ്പോലെ സ്വാഗതം ചെയ്തു. പക്ഷേ അവിടെ ശാരീരികമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ബ്രാഹ്മണൻ തൻ്റെ ഉദ്ദേശം വിശദീകരിക്കാൻ സമുദ്രദേവനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു. അതിനാൽ താൻ യാഗത്തിൽ പങ്കെടുക്കാൻ പോയാൽ അവരുടെ കൂടെ ധാരാളം വെള്ളം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വഴിയിൽ വരുന്നതെല്ലാം മുങ്ങിപ്പോകും. ഒരു വിനാശകമായ സാഹചര്യം ചുറ്റും ഉടലെടുക്കും. എല്ലാം നശിക്കപ്പെടും. ബ്രാഹ്മണൻ തനിക്കുള്ള തൻ്റെ കൽപ്പന എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചപ്പോൾ വിജയകരമായ മഹായജ്ഞത്തിന് വിക്രമിന് എല്ലാ ആശംസകളും നേരുന്നതായി സമുദ്രദേവൻ പറഞ്ഞു. പരോക്ഷമായ രീതിയിൽ അത്യോപതി വിക്രം യജ്ഞത്തിൽ അവരെ അനുഭവിക്കും. കാരണം അവൻ ഓരോ തുള്ളി വെള്ളത്തിലും വസിക്കുന്നു. യാഗത്തിനുപരിക്കുന്ന വെള്ളത്തിലും അവൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം 5 രത്നങ്ങളും 1 കുതിരയും ബ്രാഹ്മണന് നൽകി പറഞ്ഞു, എനിക്ക് വേണ്ടി വിക്രമാദിത്യ രാജാവിന് ഈ സമ്മാനം നൽകുക. ബ്രാഹ്മണൻ കുതിരയും രത്നങ്ങളുമായി തിരിച്ചുപോയി. അവൻ കാൽനടയായി നടക്കുന്നത് കണ്ട് കുതിര അവനോട് ഒരു മനുഷ്യൻ്റെ സംസാരത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ നീണ്ട യാത്രയ്ക്ക് പുറകിൽ കയറാത്തത്? അവൻ്റെ വിസമ്മതത്തെ തുടർന്ന് താൻ രാജാവിൻ്റെ ദൂതനാണെന്ന് കുതിര അവനോട് വിശദീകരിച്ചു. അതിനാൽ അവൻ്റെ സമ്മാനം അവനെ ഉപയോഗിക്കാം. ബ്രാഹ്മണൻ സമ്മതിച്ച് ഇരുന്നപ്പോൾ കുതിര അവനെ കാറ്റിൻ്റെ വേഗതയിൽ വിക്രമിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കുതിര സവാരിക്കിടയിൽ അവൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉദിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നു ഈ കുതിര എൻ്റേതാകുമായിരുന്നു. വിക്രം സമുദ്രദേവനുമായുള്ള സംഭാഷണം വിവരിക്കുകയും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ പിന്നെ ഒന്നും പറയാതെ വിക്രമാദിത്യ രാജാവ് പറഞ്ഞു, 5 രത്നങ്ങളും കുതിരയും ബ്രാഹ്മണൻ മാത്രം സ്വീകരിക്കണം. കാരണം രാജാവിന് വേണ്ടിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ചിരിച്ചുകൊണ്ട് സഹിക്കേണ്ടി വന്നതാണ്. കടൽ ദൈവത്തോടുള്ള തൻ്റെ വാക്ക് എടുക്കാൻ അവൻ കഠിനമായ സാധന ചെയ്തു. രത്നവും കുതിരവും കിട്ടിയ സന്തോഷത്തിൽ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ത്രിലോചനും പറഞ്ഞു, രാജൻ വിക്രമാദിത്യ പോലെ പ്രജാപാലകനും ദയാലവുമായുള്ള ഒരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടേയില്ല, ഇനിയൊക്കെ ഉണ്ടാവുകയുമില്ല. ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഗുണങ്ങളും ഉൾക്കൊള്ളണം. ത്രിലോചനയെ വീണ്ടും ഒരു പ്രതിമയുടെ രൂപത്തിൽ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. അടുത്ത ദിവസം 12ാമത്തെ പ്രതിമയായ പത്മാവതി രാജ്ഭോജാവിൻ്റെ വഴിയെ തടഞ്ഞു നിർത്തി ആകർഷണമായ ഒരു കഥ തന്നെ വിവരിച്ചു. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ രാജാവിനെ കുറിച്ചും അവരുടെ സിംഹാസനത്തിലുള്ള 32 പ്രതിമകളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? അപ്പോൾ അടുത്ത ലക്കത്തിൽ എന്തായിരിക്കും രാജാവിനോട് അടുത്ത കഥ വിവരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അടുത്ത ലക്കത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.